ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എങ്ങനെയെങ്കിലും ഒക്കെ പോയി തട്ടിക്കൂട്ടി എഴുതേണ്ട ഒരു പരീക്ഷയാണോ ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം? നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാരണം SSLC ആയാലും +2 ആയാലും മുന്നിൽ വലിയ സമയമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. അതും നമുക്കറിയാം, ടൈം ടേബിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസും ബയോളജിയൊക്കെ SSLCക്കാർക്ക് ഒരു ദിവസം, അതായത് 23 ചാപ്റ്റർ പഠിച്ച് എഴുതേണ്ടി വരുന്ന അവസ്ഥയാണ്. മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇത്ര ഹെക്ടിക്കും ഇനി ഞാൻ പറയുന്നു ഇത്രയധികം ടഫ് ആക്കിയാൽ ആർക്കാണ് ഗുണം? അതിന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് സ്ട്രെസ് എടുത്താണെങ്കിലും പഠിച്ചാൽ ആർക്കാണ് ഗുണം? ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് മോഡൽ എക്സാം. ഞാൻ പറയുന്നു, നിങ്ങളുടെ മുന്നിൽ ഇനി രണ്ട് ചാൻസസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാൻസ് മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാമിന് നിങ്ങൾ ഇനി എത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നു, അത്രത്തോളം സ്ട്രെസ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ എടുക്കേണ്ട എഫർട്ടിന്റെ അളവ് ഫൈനൽ എക്സാമിന്, പബ്ലിക് എക്സാമിന് കുറയും എന്നുള്ളതാണ് വാസ്തവം. ടീച്ചർമാർ ഒരു പക്ഷേ ജസ്റ്റ് വന്ന് എഴുതാനായിരിക്കും നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിലും ജസ്റ്റ് മോഡൽ എക്സാം അല്ലേ, പോട്ടെ എന്നായിരിക്കും. പക്ഷേ ഉഴപ്പി നടന്നവർക്കും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും സ്വന്തം നില അല്ലെങ്കിൽ സ്വന്തം പഠന നിലവാരം ഇതുവരെ മനസ്സിലാക്കാത്തവർക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങൾ കുറച്ചധികം എഫർട്ട് ഇട്ട് ഈ ഒരു മോഡൽ എക്സാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടൈം ടേബിളോട് കൂടി പഠിച്ചാൽ, അതായത് നിങ്ങൾ ഒരുപാട് പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കണമെന്നല്ല, നിങ്ങൾ പഠിച്ചത് കൃത്യമായിട്ട് പരീക്ഷാ പേപ്പറിൽ പകർത്താൻ പറ്റുന്നുണ്ടോ? ആ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ 100% കോൺഫിഡൻറ്റോട് കൂടി തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു എന്ന ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് 100% നല്ല വൃത്തി സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു രണ്ട് ചാൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാൻസ് മോഡൽ എക്സാം ആണെന്ന്. മോഡൽ എക്സാം എന്ന് പറയുന്നത് മറ്റേ അതേ മാതൃകയിൽ നമ്മുടെ ടീച്ചർമാർ നോക്കുന്ന പരീക്ഷയാണ്, നമുക്ക് മാർക്കും അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇതിനെ പബ്ലിക് എക്സാമിന്റെ അതേ ഗൗരവത്തോടു കൂടി, ഒട്ടും ലാഘവവും ഇല്ലാതെ അതേ ഗൗരവത്തോടു കൂടി സമീപിച്ചാലുണ്ടാകുന്ന രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളുടെ ടീച്ചർമാർ നോക്കുന്ന പരീക്ഷാ പേപ്പർ തന്നെ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കിട്ടും, എത്ര റേഞ്ച് വരെ ഓരോ സബ്ജക്റ്റിനും പോകാൻ പറ്റുമെന്ന് അവസാനമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയ അവസരം കൂടിയാണ്. ദെൻ നമ്മുടെ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് കൂൾ ഓഫ് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ പരീക്ഷാ പേപ്പറിലും ചോദ്യങ്ങളും എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ, കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, സ്പീഡ് കിട്ടുന്നുണ്ടോ, എവിടെയൊക്കെയാണ് പാളി പോകുന്നത്, എവിടെയൊക്കെയാണ് അഡീഷണൽ ശ്രദ്ധ വേണ്ടത്, ഏത് വിഷയത്തിലാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ പാടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ അവസാന നിമിഷം നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാക്കുന്ന എക്സാമാണ്. സോ ലാഘവും ഇല്ലാതെ കംപ്ലീറ്റ് ഈ ഒരു ചാൻസിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ, പബ്ലിക് എക്സാമിന് ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കറക്ഷൻസും ലേണിങ്സും മാത്രം എടുത്ത് ഒന്ന് റീഫർണിഷ് ചെയ്ത് അവസാന വട്ടം സിലബസ് ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ഫോക്കസ് ഓറിയന്റഡ് ഉള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പബ്ലിക് എക്സാമിനെ സമീപിക്കാമെന്നാണ്. അതായത് ജസ്റ്റ് പേരിന് വേണ്ടി പോയി മോഡൽ എക്സാം എഴുതി തീർത്താലുള്ള പ്രശ്നം, മോഡൽ എക്സാം എഴുതി തീർക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ഉപയോഗവും കിട്ടാതെ വീണ്ടും നിങ്ങൾ എവിടെയാണോ നിർത്തിയത് ആ സ്ക്രാച്ച് മുതൽ തുടങ്ങേണ്ടി വരുന്ന അവസാന ഘട്ട ഓട്ടപ്പാച്ചിൽ, ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ പെടച്ചടിച്ച് നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തലമണ്ട ഭ്രാന്തെടുത്ത് ഓടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന മോഡൽ എക്സാം SSLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, എത്രത്തോളം ഇമ്പോർട്ടൻസ്, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അവസാന നിമിഷമാണ് എന്ന് വിചാരിക്കേണ്ട, ഇപ്പം മുതലങ്ങ് തുടങ്ങുക. നിങ്ങളുടെ പ്രധാന സബ്ജക്ട്സ്, അതായത് ഏറ്റവും പാടുള്ള സബ്ജക്ട്സ് തന്നെ ആദ്യം തുടങ്ങുക. നിങ്ങളുടെ മാക്സിമം എഫർട്ട് ഇടുക എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ റിസൾട്ട് എന്തുമായിക്കോട്ടെ, എഫർട്ട് ഇട്ടാൽ റിസൾട്ട് വരും മക്കളെ. അപ്പോൾ അത് ഇവിടെ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാം ഈസി ആകും. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ 1% അതിൻ്റെ മടങ്ങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടും. ഇത് പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ലാസ്റ്റ് അവസരം. സോ മിസ്സാക്കണ്ട. എന്തായാലും മോഡൽ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി പ്ലാൻസ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പരീക്ഷാ ടിപ്സ് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാം, മടിക്കണ്ട. ബൈ.